നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ തിരഞ്ഞെടുക്കുകയും ചെയ്യുക. കൂട്ടത്തിൽ തന്നെ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുമ്പോൾ ഗ്രഹദോഷ പ്രായച്ചിത്തങ്ങൾ ഏതൊക്കെ രീതിയിൽ ചെയ്യാമെന്നുള്ളതാണ്. അതിൻ്റെ പ്രതിവിധി എങ്ങനെയായിരിക്കാം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഗ്രഹപ്പിഴയുള്ള കാലങ്ങളിൽ, ഗ്രഹപ്പിഴ എന്ന് പറയുമ്പോൾ ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ സ്ഥാനം വന്നിട്ടും അല്ലാതെ ഗ്രഹസംക്രമണത്തിലൊക്കെ വരുന്ന പ്രശ്നങ്ങളിലൊക്കെ വരുന്ന ദോഷങ്ങൾ, ആ സമയ കാലഘട്ടത്തെയാണ് ഗ്രഹപ്പിഴ എന്ന് പറയുന്ന ആ കാലം. അതിനായി ആചരിക്കേണ്ടതായ കുറേ പ്രതിവിധികളെക്കുറിച്ചാണ് പറയുന്നത്. ആദിത്യനും കുജനും ചുവന്ന നിറത്തിലുള്ളതും ചന്ദ്രനും ശുക്രനുമൊക്കെ വെളുത്തതും ശനിക്ക് കറുത്തതും വ്യാഴത്തിന് മഞ്ഞയും ബുധന് പച്ച നിറത്തിലുമുള്ളതുമായ പുഷ്പങ്ങളാണ് ഇഷ്ടമുള്ളത്, ഗ്രഹങ്ങൾക്ക് ഇഷ്ടമുള്ള പുഷ്പങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ പുഷ്പങ്ങൾ കൊണ്ടാണ് ഈ ഗ്രഹങ്ങൾക്ക് പൂജകൾ നടത്തുവാനുള്ളത്. അപ്പോൾ ഗ്രഹപ്പിഴ ഉള്ള കാലത്ത് ഈ പറഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങളെ കൊണ്ട് പിഴച്ചു നിൽക്കുന്ന ഗ്രഹത്തിനെ പൂജിക്കുകയും അത്തരം പൂക്കൾ ദേഹത്ത് ധരിക്കുകയും ചെയ്താൽ ആ ഗ്രഹത്തിന് സന്തോഷം ഉണ്ടാകുന്നതാണ്. അതായത് ഗ്രഹപ്രീതി ലഭിക്കുന്നതായിരിക്കും. ഗ്രഹപീഡാദോഷത്തെ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയിട്ടും ഈ രീതികൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്രകാരം തന്നെ അതാത് ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള രത്നങ്ങൾ, മുൻ പറഞ്ഞിട്ടുള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ എന്നിവ ദേഹത്തിൽ ധരിക്കുന്നതും അതാത് ഗ്രഹങ്ങളെ സ്തുതിക്കുന്നതും നമസ്കരിക്കുന്നതും അതാത് മന്ത്രങ്ങൾ ജപിക്കുന്നതും ഹോമം ചെയ്യുന്നതും വളരെ ഉത്തമമായ കാര്യമാണ്. ഗ്രഹദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ യഥാസമയത്ത് യഥാവിധി ചെയ്താൽ ഗ്രഹദോഷങ്ങൾ പൂർണ്ണമായിട്ടും അല്ലെങ്കിലും ഏകദേശം മാറിക്കിട്ടും എന്നുള്ളതാണ് വസ്തുത. ഇനി ഓരോ ഗ്രഹങ്ങൾക്കും പ്രത്യേകമായുള്ള രത്നങ്ങളെയും ഓരോ ഗ്രഹവും പിഴച്ചു നിൽക്കുന്ന കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങളും, അല്ലെങ്കിൽ അത് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാം, വസ്തുക്കൾ ദാനം ചെയ്യാം, അങ്ങനെ വർജിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, വർജിക്കേണ്ട പ്രവർത്തികൾ, അനുഷ്ഠിക്കേണ്ടതായ കാര്യങ്ങൾ, അങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ധരിക്കേണ്ട രത്നങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ഗ്രഹദോഷത്തിന് ധരിക്കേണ്ട രത്നങ്ങൾ, ആദ്യത്തിന് മാണിക്യമാണ് ധരിക്കേണ്ടത്. ചന്ദ്രദോഷം വന്ന് നിൽക്കുന്ന സമയത്ത് മുത്ത് ധരിക്കാം. ചൊവ്വാദോഷ സമയത്ത് പവിഴം ധരിക്കണം. ബുധദോഷ സമയത്ത് മരതകമാണ് ധരിക്കാനുള്ളത്. വ്യാഴത്തിന് പുഷ്യരാഗവും ശുക്രന് വൈരവും ശനിക്ക് ഇന്ദ്രനീലവും രാഹുവിനാണെങ്കിൽ ഗോമേതകവും കേതുവിന് വൈഡൂര്യവും ആണ് ഇഷ്ടമായ രത്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഗ്രഹമാണോ പിഴച്ചു നിൽക്കുന്നത് ആ ഗ്രഹത്തിന് പറഞ്ഞ രത്നം ദേഹത്ത് ധരിക്കുന്നത് അതാത് ഗ്രഹപ്രീതിക്ക് വളരെ ഉത്തമമായ ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. അതായത് ഇതിനേക്കാളുമൊക്കെ ഉപരി നവഗ്രഹ മോതിരം അല്ലെങ്കിൽ നവഗ്രഹം കൊണ്ടുള്ള മറ്റ് രീതിയിലുള്ള വസ്തുക്കൾ, ലോക്കറ്റ് പോലെയും കാര്യങ്ങളൊക്കെ ഇട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കുറച്ചും കൂടെ അഭികാമ്യം എന്ന് പറയുന്നത്. കാര്യം ഓരോ സമയത്തും അല്ലെന്നുണ്ടെങ്കിൽ ഓരോ ഗ്രഹപ്പിഴ സമയത്തും നമ്മൾ രത്നങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് കേൾക്കുന്നവരുടെ യുക്തിപൂർവ്വം കാര്യങ്ങൾ ചെയ്യുക. ഈ രീതിയിലൊക്കെ ഗ്രഹപ്രീതി അല്ലെങ്കിൽ വരുത്താവുന്നതാണ്, ഗ്രഹദോഷങ്ങളുടെ മാറ്റങ്ങൾ വരുത്തിയെടുക്കാവുന്നതാണ്. ഇത് കൂടാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുള്ളതാണ്. അതൊക്കെ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ചെയ്യാം.
ദാനങ്ങൾ ചെയ്യേണ്ട രീതികളുണ്ട്. നിത്യസ്നാനത്തിൻ്റെ കാര്യങ്ങളുണ്ട്. പ്രഭാത പ്രാർത്ഥനകൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഓരോ ഗ്രഹത്തിനും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങളുണ്ട്. വസ്ത്രധാരണം ഏത് രീതിയിലൊക്കെ ഏത് നിറങ്ങളിലൊക്കെയാണ്, നിറങ്ങൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു. ആ രീതിയിലൊക്കെ വസ്ത്രധാരണങ്ങളും മന്ത്രങ്ങളും ധാരണാവിധികളുമൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് കുറച്ച് ആൾക്കാരുടെ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഉടൻ തന്നെ എല്ലാവർക്കും മറുപടി കൊടുക്കുന്നതാണ്. കുറച്ച് തിരക്കായതിനാൽ മറുപടി കൊടുക്കാൻ സാധിക്കാതെ പോയതാണ്. ഉടൻ തന്നെ മറുപടി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ പേർക്കും ശുഭദിനം നേരുന്നു. ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.